ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ആലങ്ങാട് ഇൻഫന്റ് ജീസസ് പള്ളിയിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പാമി റെഡി ആയിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോൾ ഇത് എറണാകുളം ജില്ലയിലെ ആലുവയോട് ചേർന്ന് നിൽക്കുന്ന ആലങ്ങാടാണ് ഈ ദേവാലയം ഉള്ളത്. ഉണ്ണിയേശുവിൻ്റെ നാമത്തിലുള്ള ഈ പള്ളി അറിയപ്പെടുന്നത് കുന്നേൽ പള്ളി എന്നാണ്. ഒരുപാട് ചരിത്രങ്ങളുള്ള പള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ചുരുക്കി പറയാം. AD 1599 ഗോവൻ മെത്രാപ്പൊലിത്തയായിരുന്നു മെനേസിസ്. ഈ പ്രദേശം പണ്ട് വനപ്രദേശമായിരുന്നു. ഈ പ്രദേശത്തുള്ള കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കാൻ സ്ഥിരം ഇവിടെ വരുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു താപസൻ ഇവിടെ ജീവിച്ചിരുന്നു. അവർ അദ്ദേഹത്തെ മുത്തപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ബാല്യകാല സംഭവത്തെക്കുറിച്ചും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. ഈ കുന്നിലൊരു ദേവാലയം പണിയണമെന്ന ആഗ്രഹം ബാലന്മാരെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കുന്നിൽ തന്നെ ശരീരം സംസ്കരിക്കപ്പെട്ടു. ഒരിക്കൽ ഈ കുന്നിൽ അസാധാരണമായ ഒരു വെളിച്ചം കാണപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ് ആലങ്ങാട് പള്ളി വികാരിയും പരിസര നിവാസികളും മുത്തപ്പനെ അടക്കം ചെയ്ത സ്ഥലത്ത് ഉണ്ണിയേശുവിൻ്റെ ഒരു രൂപം അവർ കണ്ടു. തേജസ്സുറ്റതും ആകർഷീയമായ ആ രൂപം വൈദികരും ജനങ്ങളും കൂടി ആഘോഷത്തോടെ ആലങ്ങാട് പള്ളിയിൽ സ്ഥാപിച്ചു. എന്നാൽ അവിടെ നിന്നും ഉണ്ണിയേശുവിൻ്റെ രൂപം അപ്രത്യക്ഷമായി. അപ്രത്യക്ഷത്തിൽ ഈ രൂപം കുന്നിൽ ആ സ്ഥാനത്ത് തന്നെ കാണപ്പെട്ടു. പിന്നീട് ആലങ്ങാട് പള്ളി വികാരിക്ക് ഒരു ദർശനമുണ്ടായി. അതുപ്രകാരം ഈ ഉണ്ണിയേശുവിൻ്റെ രൂപം അവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. 1781 ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. ഈ ദേവാലയത്തിന്റെ അൾത്താര ഉണ്ണിയേശുവിന്റെ രൂപം കണ്ട സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഈ ദേവാലയത്തിന്റെ പ്രധാന വഴിപാടാണ് തമക്ക് നേർച്ച. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിസരവാസികളായ ഇടയബാലന്മാർ ഈ കുന്ന് മേച്ചിൽ സ്ഥലമായി ഉപയോഗിച്ചിരുന്നു. ഇവർ ഭക്ഷണത്തിനായി കൊണ്ടുവന്നിരുന്ന ധാന്യപ്പൊടിയും കാട്ടുപഴങ്ങളും കൂട്ടിക്കുഴച്ച് മുത്തപ്പനുമായി ഭക്ഷണം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 1/3 വീട്ടിൽ കൊണ്ടുപോയിട്ടും കഴിച്ചിരുന്നു. ഈ പതിവാണ് പിന്നീട് തമക്ക് നേർച്ചയായത്. ഇന്നും പെരുന്നാൾ സമയത്ത് ഭക്തജനങ്ങൾ ഈ പള്ളിയിൽ ഉണ്ണിയേശുവിന് തമക്ക് നേർച്ച ചെയ്യുന്നത്. 3 ഉരുളകളായി കുഴച്ചിട്ട് 2 ഉണ്ണിയേശുവിന് സമർപ്പിച്ചിട്ട് ബാക്കി 1 വീട്ടിൽ കൊണ്ടുപോകുന്നു. ഔലോസ് പൊടി, പഴം, ശർക്കര എന്നിവ ചേർത്ത് നല്ല പോലെ കുഴച്ചിട്ട് തമക്ക് നേർച്ച ഉണ്ണിയേശുവിന് സമർപ്പിക്കുന്നു. തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുനാൾ ദിനങ്ങളിൽ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് തന്നെ തമക്ക് കുഴയ്ക്കാനുള്ള പൊടിയും പഴവും പള്ളിയിൽ നിന്ന് കിട്ടുന്നു. ഉണ്ണിയേശുവിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് പ്രദക്ഷിണവും നടക്കുന്നു. രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്ന് തനിക്കും മുക്തി ലഭിക്കാനാണ് ഈ നേർച്ചയുടെ ലക്ഷ്യം. ഇനി ഇവിടുത്തെ പ്രത്യേകതയുള്ള നേർച്ചയാണ് ഉടുപ്പ് നേർച്ച. മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ നിന്നും ഉണ്ണിയേശുയ്ക്ക് സമർപ്പിച്ച് ഉടുപ്പ് വാങ്ങുന്ന വഴി സന്താന സൗഭാഗ്യവും രോഗശാന്തിയും ലഭിക്കുന്നു.
നേർച്ച പോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് നേർച്ചച്ചോറ് കിട്ടുന്നത്. പെരുന്നാളിനെ കൊടികേറുന്ന ദിവസം തുടങ്ങി 8ാം പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം വരെ നമുക്ക് ഇവിടെ നിന്ന് നേർച്ചച്ചോറ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. കാണിച്ചാലോ? മീൻ വിൽക്കൂല ചേട്ടാ. മറ്റേ